കൃപാസനം പ്രസാദവരം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ കരുണയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് യേശുനാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പേര് ഹിമ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി ആണ് എടുത്തത്. 2019 ഓഗസ്റ്റ് 3-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം കുറേ വർഷങ്ങളായി ഞാൻ ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ, വജൈനൽ ഇൻഫെക്ഷൻ, പൈൽസ്, ഫിസ്റ്റുല, അസിഡിറ്റി ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും എൻ്റെ ശരീരത്തിൽ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി കുറേശ്ശെയായിട്ട് എൻ്റെ ഹെൽത്ത് വീക്കാകുകയും പിന്നെ വളരെ വെയിറ്റ് ലോസിലേക്ക് അത് വരികയും അങ്ങനെ ഭയങ്കരമായി ഞാൻ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങൾ എല്ലാവരും കുവൈറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ 2019 ആ സമയത്ത് കൊറോണ പീരീഡ് ആയതുകൊണ്ട് നാട്ടിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അതിൻ്റെ കാരണം കൊണ്ടും പിന്നെ അത്രയധികം തീക്ഷ്ണത ആ സമയത്ത് ഇല്ലാതിരുന്നത് കൊണ്ടും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മരിയൻ ഉടമ്പടി പ്രാർത്ഥനയും കൃത്യമായിട്ട് ചെയ്തു പോന്നിരുന്നു. പക്ഷേ അത് കറക്റ്റ് സമയത്തൊന്നുമല്ല. ഞാൻ 5:30 കറക്റ്റായിട്ട് അങ്ങനെ എണീക്കില്ല. ഇത്തിരി രാവിലെ എണീക്കാൻ കുറച്ച് മടിയുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ആ ദിവസം ഞാനത് എത്തിച്ചിരിക്കും. എപ്പോഴെങ്കിലും ഒരു സമയത്ത് 6 മണിക്കുള്ളിലോ 6:30-ക്കുള്ളിലോ അങ്ങനെയുള്ളൊരു സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകിട്ട് മരിയൻ ഉടമ്പടി പ്രാർത്ഥനയും മുടങ്ങാതെ 90 ദിവസം ഞാൻ എത്തിച്ചിരുന്നു. അതിന് ശേഷം എനിക്ക് കുറേശ്ശെയായിട്ട് മാതാവ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലായിട്ട് എനിക്ക് മാതാവിൻ്റെ 2 ദർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉടമ്പടി എടുത്തതിൻ്റെ ആദ്യത്തെ 2 വീക്കിനുള്ളിൽ തന്നെ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് സ്വപ്നത്തിൽ ഞാൻ കൃപാസനം അമ്മയാണ് എന്ന് എന്നോട് പറയുന്ന സ്വരം ഞാൻ കേട്ടു. മാതാവിനെ അത്ര വ്യക്തമല്ലെങ്കിലും ഞാൻ കുറേശ്ശെ കണ്ടു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, എന്നെ പേടിപ്പിക്കരുത്, എനിക്ക് പേടിയാണ് മാതാവിനെ കാണുമ്പോൾ. കാരണം ആദ്യമായിട്ടാണല്ലോ ഞാൻ മാതാവിനെ കാണുന്നത്. അതുകൊണ്ട് മാതാവ് ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഇത്തിരി ഒരു ചെറുതായിട്ടുള്ളൊരു ഫീലിംഗ് പോലെ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അതിനുശേഷം അടുത്ത് തന്നെയായിട്ട് ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും കൂടി മാതാവിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് മാതാവ് മുകളിലേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്വപ്നവും ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി എടുക്കുന്നതിൻ്റെ അവസാനമായിട്ട് ഞങ്ങൾ സന്തോഷിക്കാനായിട്ട് മാതാവ് ഇടവരുത്തും എന്ന് എനിക്ക് ബോധ്യം വന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും രാവിലെയും വൈകിട്ടും മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ചെല്ലാൻ തുടങ്ങി. എപ്പോഴൊക്കെയാണോ എനിക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നത് അപ്പോഴൊക്കെ ഞാൻ ഇത് ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര റിലീഫ് കിട്ടും. എൻ്റെ മക്കളോടും ഹസ്ബൻഡിനോടും എൻ്റെ ചേച്ചിയോടും അമ്മയോടും ഒക്കെ ഞാനിത് പറയാൻ തുടങ്ങി. ആദ്യമായിട്ട് പക്ഷേ എൻ്റെ മദറിൻലോ ആണ് എനിക്ക് ഉടമ്പടിയെ പറ്റി പറഞ്ഞു തന്നത്. അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, മാതാവിൻ്റെ രൂപമാണ്, പിടിക്കാനുള്ള ഭാഗ്യമാണ് അന്ന് അമ്മയ്ക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലായി. അങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അസുഖങ്ങൾക്കൊക്കെ അങ്ങനെ ശമനമുണ്ടായെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ അന്ന് കുമ്പസാരിക്കാറില്ലായിരുന്നു, ക്ഷമിക്കേണ്ട ആൾക്കാരോട് ക്ഷമിച്ചിട്ടില്ലായിരുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു, കാരുണ്യ പ്രവർത്തികൾ അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് അവിടെ അത്രയ്ക്കില്ലായിരുന്നു. എങ്കിലും എൻ്റെ ഹസ്ബൻഡ് ഓരോരോ ആതുരാലയങ്ങളിലേക്കൊക്കെ പൈസ അയച്ചു കൊടുക്കും ഞങ്ങളെ കൊണ്ട് പറ്റുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഉപവസിക്കാൻ എനിക്ക് തീരെ പറ്റില്ല. കാരണം അസിഡിറ്റിയുടെ പ്രോബ്ലം ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വിചാരിക്കും, എനിക്ക് അസിഡിറ്റി ആണല്ലോ, അപ്പോൾ എനിക്ക് ഉപവസിക്കാൻ പറ്റില്ലല്ലോ, അതെൻ്റെ ദൈവത്തിനറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തട്ടാമുട്ടി പോലെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ അസുഖങ്ങൾക്ക് പറയത്തക്ക ഒരു കുറവില്ലെങ്കിലും എനിക്ക് ഉള്ളിൽ നല്ല ബോധ്യമുണ്ട് മാതാവ് എന്നെ സഹായിക്കും എന്നുള്ളത്. അപ്പോൾ ഓൺലൈനിലായിട്ട് ഞാൻ ഉടമ്പടി വെച്ചപ്പോൾ ഞാൻ 6 നിയോഗങ്ങൾ എഴുതിയതിൽ ആദ്യമായിട്ട് നടന്ന നിയോഗം എൻ്റെ ചേച്ചിക്ക് 10 വർഷമായിട്ട് അവളുടെ സ്ഥല വിൽപ്പന നടക്കാതെ അവൾ വളരെയധികം നിരാശപ്പെട്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവളുടെ സ്ഥല വിൽപ്പന നടന്ന് അവൾക്ക് നല്ലൊരു ഭവനം പണിയണമെന്നുള്ളത് അവളുടെ അതിയായ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ അതിനുവേണ്ടി നന്നായി
നന്നായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് നല്ലൊരു സ്ഥല വിൽപ്പന അധികം നഷ്ടമല്ലാത്തതും എന്നാൽ അധികം ലാഭം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല രീതിയിൽ മാതാവ് നടത്തി തന്നു. അതിനുശേഷം അവൾക്ക് നല്ലൊരു ഭവനം പണിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള എൻ്റെ ആദ്യത്തെ നിയോഗം സാധിച്ചത്. പിന്നെ വീണ്ടും ഞാൻ പൈൽസിൻ്റെയും ഫിസ്റ്റുലയുടെയും അസുഖം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് വന്നപ്പോഴും അത് വളരെ മൂർച്ഛിച്ച അവസ്ഥയിൽ ഡോക്ടേഴ്സിനെയൊക്കെ ഞാൻ മാറി മാറി കാണുമായിരുന്നു. അലോപ്പതി, ഹോമിയോ, ഇതൊക്കെ ഞാൻ കുവൈറ്റിൽ ഹോമിയോയുടെ ഡോക്ടറെയാണ് ഞാൻ കണ്ടിരുന്നത്. അങ്ങനെ കുറേ നാൾ അത് പോയിക്കൊണ്ടിരുന്നു. അത് ഡോക്ടറിനോട് പറയും അത് മാറും, പക്ഷേ കുറച്ച് സമയമെടുക്കും. പക്ഷേ കുറേ നാളായിട്ട് രൂപപ്പെട്ട് വന്ന ഫിസ്റ്റുല ഒക്കെ ആയതുകൊണ്ട് അതിനെന്താണെങ്കിലും സർജറി ചെയ്ത് അത് കളയണം. അതിനുശേഷം നമുക്ക് പിന്നെ വരാണെങ്കിൽ നമുക്ക് നോക്കാം, അത് നമുക്ക് ഹോമിയോ കൂടെ തന്നെ മാറ്റിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് പല ആളുകളിൽ കൂടെ എനിക്ക് നല്ല ശക്തി തന്നു. എൻ്റെ അത് മാറ്റി കിട്ടും എന്നുള്ളത് എനിക്ക് ഇങ്ങനെ ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പിന്നെ കഴിഞ്ഞ വർഷം 2023 ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്നെടുത്തു. അതിനുശേഷമാണ് എനിക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധം ഉണ്ടായത്. അതിനുശേഷം ഞാനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ 2019 ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മക്കൾക്ക് നല്ല പഠിക്കാനായിട്ട് നല്ല ഉന്നതി വേണമെന്നൊക്കെ ഞാൻ എപ്പോഴും ഓരോരോ പ്രയറുകൾ, അതായത് ഞാൻ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ പ്രയർ ഞാൻ യൂട്യൂബിൽ കാണുമ്പോൾ, അതുപോലെ ഉടമ്പടി ധ്യാനം കാണുമ്പോൾ, സാക്ഷ്യങ്ങൾ കാണുമ്പോഴൊക്കെ എന്നോട് റിലേറ്റഡ് ആയിട്ടുള്ള സാക്ഷ്യം എൻ്റെ മുന്നിൽ വരും. ഞാനിവരോട് പറയാറുണ്ട്, ഞാൻ എന്താണോ മനസ്സിലാന്ന് വിചാരിച്ചത് അതിനോട് ബന്ധപ്പെട്ട സാക്ഷ്യമായിരിക്കും ഞാൻ കാണുക. അപ്പോൾ നമുക്കൊരു ഉന്മേഷം കിട്ടും. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഞാൻ ആ രീതിയിൽ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥനയിൽ ഞാൻ വളരെ സമയം കണ്ടെത്താൻ തുടങ്ങി. അപ്പോഴൊന്നും ഞാൻ ബൈബിൾ വായന അരമണിക്കൂർ വായിക്കാറില്ലായിരുന്നു. അപ്പം ഓഡിയോ ബൈബിളാണ് ഞാൻ കേൾക്കാറ്. കാരണം ഞാനവിടെ കുവൈറ്റിൽ ടീച്ചറാണ്. അപ്പോൾ രാവിലെ എണീറ്റ് കുറേ പണികളൊക്കെ കഴിഞ്ഞ് ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. പിന്നെ വീട്ടിലെത്തുമ്പോഴേക്കും ടയേർഡാവും. ടീച്ചേഴ്സിൻ്റെ പണി നിങ്ങൾക്ക് അറിയാലോ, എപ്പോഴും അലച്ചലച്ച് പറയുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണവും പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഈ അസുഖങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ കിടന്നുകൊണ്ട് ഓഡിയോ ബൈബിള് കേൾക്കുമായിരുന്നു. അങ്ങനെ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കെ എൻ്റെ മൂത്ത മോളാണ്, ഇവളുടെ 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞു. കുവൈറ്റിൽ വെച്ചിട്ട് തന്നെ 12ാം ക്ലാസ്സും കഴിഞ്ഞു. 2 എക്സാമിനും അവൾക്ക് ഉന്നത വിജയം നൽകി തന്നെ മാതാവ് അവളെ അനുഗ്രഹിച്ചു. ചെറുപ്പം മുതലേ നന്നായി പഠിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, നല്ല രീതിയിലുള്ള വിജയം കൊടുക്കണമേ, അല്ലെങ്കിൽ അവൾക്കിങ്ങനെ ഡിപ്രഷൻ പോലെ ഇത്രയും പഠിച്ചിട്ടും എനിക്ക് മാർക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമം അവൾക്കുണ്ടാവരുത് മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ +2ൻ്റെ എക്സാം വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഞാൻ ഇതുപോലെ എനിക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുട്ടുകുത്തി നിന്ന് മാതാവിൻ്റെ മുന്നിൽ നിന്ന് ചെല്ലാറുണ്ടായിരുന്നു. അപ്പോൾ അത് ചെല്ലുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒരു 95% മാർക്കെങ്കിലും ഇവൾക്ക് കൊടുക്കണേ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര കോമ്പറ്റീഷനാണ്, എവിടെയും സീറ്റ് കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ മാതാവ് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചതുപോലെ എനിക്ക് ഇങ്ങനെ തോന്നി. 2004 ഡിസംബർ 7 എന്നുള്ള അത് ആ ഒരു നമ്പറുകൾ നീ കൂട്ടി നോക്കിയാൽ മതി, അതാണ് നിൻ്റെ മോളുടെ പേഴ്സൻറ്റേജ് എന്ന്. അപ്പോൾ ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇത് കൂട്ടി നോക്കിയപ്പോൾ 97% എന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഓർത്ത് 97% മാർക്ക് +2 കിട്ടുമോ? 10ാം ക്ലാസ്സിലാണെങ്കിൽ അത് കുഴപ്പമില്ല, അത് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു പഠിച്ചെടുത്താൽ കിട്ടാവുന്നതാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്കും അവൾക്ക് +2 പരീക്ഷയ്ക്കും 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറയായിരുന്നു, ഇവളുടെ റിസൾട്ട് വന്നു, 97% തന്നെയായിരുന്നു ഇവളുടെ മാർക്ക്. ആ കറക്റ്റ് മൊമെൻറ്റിൽ ഞാൻ ഇവളുടെ മാർക്ക് സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മാതാവിനോട് അത് പറഞ്ഞ ആ ഒരു സാഹചര്യമായിരുന്നു എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ എനിക്കത് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, പ്രാർത്ഥിക്കാനുള്ള ഒരു ഉന്മേഷം എനിക്ക് കൂടുതലായിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ അസുഖങ്ങൾക്കൊക്കെ ഈ സമയങ്ങൾക്കുള്ളിൽ വളരെ കുറവ് അനുഭവപ്പെട്ടു തുടങ്ങി. അതായത് ഞാൻ കുറേ ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ടിട്ടും അവർ തരുന്ന മരുന്നുകളൊക്കെ കഴിച്ചിട്ടും എനിക്കത് കുറയില്ല എന്നില്ല, പക്ഷേ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ എപ്പോഴും ഈ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഞാനിതുപോലെ ഒന്നുമല്ലായിരുന്നു, വളരെ മെലിഞ്ഞു പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസിൻസൊക്കെ കണ്ടിട്ട് എന്നോട് ചോദിച്ചു, എന്ത് പറ്റി, എന്താണ് ഇങ്ങനെ മെലിച്ചെന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ വഴിയായിട്ട് തന്നെ ഞാൻ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിൽ കൂടെ
കുറച്ച് വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസ് അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് എടുത്തതിലൂടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററൊക്കെ കഴിച്ചതിലൂടെ എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വന്നു. അങ്ങനെ ഞാനിപ്പോൾ യൂറിനറി ഇൻഫെക്ഷനൊന്നും എനിക്ക് വരാറില്ല. കുറേ മാസങ്ങളായിട്ട് എനിക്കിപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഇല്ല. എൻ്റെ വജൈനൽ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറി. അതുപോലെ മറ്റ് അസുഖങ്ങളൊക്കെ ഒരു 80% എനിക്ക് കുറവായി കിട്ടി. ബാക്കിയുള്ളതും എൻ്റെ സ്വഭാവം വിശുദ്ധിക്ക് വേണ്ടി ദൈവം എന്നെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഞാൻ എന്ന് എൻ്റെ ശത്രുക്കളോടോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുന്ന ആ സമയത്ത് എന്ന് എനിക്ക് വിശുദ്ധി വരുന്നു, അത് കംപ്ലീറ്റായിട്ടും മാറും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇവിടെ ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വരാനുണ്ടായ കാരണം തന്നെ എൻ്റെ മോളുടെ അഡ്മിഷനാണ്. +2 കഴിഞ്ഞിട്ട് ഇവൾക്ക് ഇവിടെ ചേർത്തുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇവൾ നല്ലോണം ഡ്രോയിങ്ങൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ സാധാരണ ബിടെക്കിന് ചേരാനായിരുന്നു ഇവളുടെ ആഗ്രഹം. അപ്പോൾ ബിടെക്കിന് തന്നെ ഡ്രോയിങ്ങിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ബിടെക്കാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് എനിക്കത്ര എന്ത് കോഴ്സാണ് എടുക്കുക എന്നുള്ളതിനെ പറ്റി ഭയങ്കര ഒരു കൺഫ്യൂഷനൊക്കെ വന്ന് ഞാൻ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് കുവൈറ്റിലെ അഖണ്ഡ ജപമാലയിൽ ഞാൻ ഒരു ഗ്രൂപ്പിൽ ഞാൻ ആഡായി. അങ്ങനെ ഞാൻ അവിടുത്തെ പ്രാർത്ഥനകളിൽ 2 പ്രാവശ്യം ഓഫ്ലൈനായിട്ടും ബാക്കി എന്നെക്കൊണ്ട് പറ്റാവുന്ന സമയത്ത് ഞാനും എൻ്റെ കുടുംബവും അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ജപമാല ചെല്ലാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. ബൈബിൾ വായിക്കാനും മടിയായിരുന്നു. ഓഡിയോ ബൈബിളായിരുന്നു കേട്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം ഈ അഖണ്ഡ ജപമാലയിൽ പങ്കുകൂടിയതിന് ശേഷമാണ് എനിക്ക് പെട്ടെന്നുള്ള അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ ജപമാലയിൽ കൂടെ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ മനസ്സും ശുദ്ധിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ വരുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ അതിനുശേഷം ഇവളുടെ അഡ്മിഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു തീരുമാനമായി. അങ്ങനെ ഞങ്ങൾ പല എൻട്രൻസ് എക്സാമുകളും അവൾ എഴുതിയിരുന്നു. അങ്ങനെ ഒരു എൻട്രൻസ് എക്സാം എഴുതിയതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നോക്കിയപ്പോൾ അതിൽ മെറിറ്റിൽ ഞങ്ങൾ ആഗ്രഹിച്ച ആ കോഴ്സ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയും ഞങ്ങൾക്ക് ഇല്ലയെന്ന് ഉറപ്പായി. അപ്പോൾ ഞങ്ങൾ വെറുതെ അപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നിക്കും അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് നമുക്കിങ്ങനെ നമ്മൾ പുറത്താണല്ലോ, അപ്പോൾ നമുക്ക് NRI കോട്ടയിൽ അപേക്ഷിക്കാനുള്ള എന്തെങ്കിലും അവസരമുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കഴിഞ്ഞ വർഷം വരെ ഇങ്ങനെ ഒരു കോട്ട ഈ ഒരു കോഴ്സിന് ഇല്ലായിരുന്നു, പക്ഷേ ഈ വർഷം 2 സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും എനിക്ക് മാതാവ് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെ മാതാവ് എന്നോട് മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഈശോ എന്നോട് സംസാരിക്കുന്നതാണെന്ന് എനിക്ക് വ്യക്തമായി. അങ്ങനെ ഇവൾക്ക് ഞങ്ങൾ വിചാരിച്ച വളരെ ഇഷ്ടപ്പെട്ട കോഴ്സിന് തന്നെ അഡ്മിഷൻ ലഭിക്കാൻ ദൈവം ഇടവരുത്തി. അത് കിട്ടിയപ്പോൾ ഞങ്ങൾക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു. അത്രയും ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിന് ഞങ്ങൾ അഡ്മിഷൻ എടുത്തു. ഹസ്ബൻഡും മോളുമാണ് ഇങ്ങോട്ട് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, കുറേ ചിലവുകളൊക്കെ ആയിരിക്കുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ പ്രാവശ്യം പോയി, പാസ്പോർട്ട് പുതുക്കാനായിട്ട് വീണ്ടും വന്നു, വീണ്ടും തിരിച്ചു പോകണം, അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഞാനും എൻ്റെ ചെറിയ മോൾക്കും വരാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാനിതുപോലെ തന്നെ അഖണ്ഡ ജപമാലയിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് അതുവരെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ഓഫർ ടിക്കറ്റും ഇല്ലായിരുന്നു. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ 4 പേരും കൂടി ലാപ്ടോപ്പൊക്കെ തുറന്ന് വെച്ച് നോക്കിയപ്പോൾ വളരെ തുച്ഛമായ ഒരു ടിക്കറ്റ്, ഒരു ഫ്ലൈറ്റ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതെന്നെ മാതാവ് ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പാസ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ അതിശയകരമായിട്ട് സാധാരണ പാസ്പോർട്ട് പുതുക്കാനൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 1 മാസമൊക്കെ എടുത്തിട്ടാണ് പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പുതുക്കലൊക്കെ ആക്കി കിട്ടാറുള്ളൂ എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവളുടെ പാസ്പോർട്ടിന് ഞങ്ങൾ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടി. അപ്പോൾ എല്ലാവരും ചോദിച്ചത് എങ്ങനെയാണ് നെക്സ്റ്റ് ഡേ തന്നെ പാസ്പോർട്ട് കിട്ടിയതെന്ന് ചോദിച്ചു. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള ആൾക്കാരെയൊക്കെ മാതാവ് അറേഞ്ച് ചെയ്ത് ഹസ്ബൻഡിന് പരിചയമുള്ള ഒരാൾ വഴിയായിട്ടും എങ്ങനെയൊക്കെയോ
ഞാൻ അറിഞ്ഞു. പിറ്റേ ദിവസം തന്നെ അവൾക്ക് പാസ്പോർട്ട് കിട്ടി, അവളുടെ കാര്യങ്ങളും തടസ്സങ്ങളൊക്കെ മാറി. എപ്പോൾ വേണമെങ്കിലും അവൾക്ക് അഡ്മിഷന് അവർ വിളിക്കുമ്പോൾ പോകാനായിട്ട് ഇവൾ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഞങ്ങളുടെ മനസ്സിന് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്കറിയില്ല അത് നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന്. എൻ്റെ അനുഭവത്തിൽ അഖണ്ഡ ജപമാലയിൽ ഞാൻ പങ്കുചേർന്നതിന് ശേഷമാണ് എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തീക്ഷ്ണ ആഗ്രഹം, അതായത് ആ ഒരു വഴി എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളത് ദൈവം വ്യക്തമാക്കി തന്നതെന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. അതുകൊണ്ട് അഖണ്ഡ ജപമാലയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പങ്കെടുക്കാൻ അവസരം വരികയാണെങ്കിൽ നിങ്ങൾ ആരും മിസ്സാക്കരുത്. അതിൽ നിന്നുകൂടെ നമുക്ക് വളരെയേറെ അനുഗ്രഹങ്ങൾ മാതാവ് നൽകും. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ചെയ്തത്, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉടമ്പടി എടുത്തല്ലോ, അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അനാഥശാലയിൽ അങ്ങനെ വയസ്സായിട്ടുള്ള അമ്മമാരും താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് സമയം തൈലും ഉപ്പും തേനും ഒക്കെ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുകയും അവരുടെ കൂടെ കുറച്ച് നേരം സമയം ചെലവഴിക്കുകയും ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ അവരെ സഹായിക്കുകയും, അതുകൂടാതെ അതിന് മുന്നേ തന്നെ ഹസ്ബൻഡ് ഇങ്ങനെ നന്നായി ഉപവസിക്കുന്ന ആളൊക്കെയാണ്. അത് കണ്ടിട്ടാണ് ഞാനും കുറേശ്ശെ ഉപവാസമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആ സമയത്തും ഹസ്ബൻഡ് ഇങ്ങനെ ഓരോരുത്തർക്കൊക്കെ ഇങ്ങനെ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഞങ്ങൾ എവിടേക്കെങ്കിലും ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഒരു എക്സ്ട്രാ ഒരു പാഴ്സൽ മേടിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ അടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പത്രം വിതരണം ചെയ്യാറുണ്ട്. പത്രം വിതരണം ചെയ്യുന്ന സമയത്ത് ആദ്യം ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. പിന്നെ മടി മാറ്റാനൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ച്, പിന്നെ എൻ്റെ ജോലിസ്ഥലത്തും ഹസ്ബൻഡിൻ്റെ ജോലിസ്ഥലത്തും മക്കളുടെ ചില കൂട്ടുകാർക്കും പിന്നെ ഞങ്ങളുടെ അയൽവാസികൾക്കും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് ഞങ്ങൾ. അങ്ങനെ ഇപ്പോഴും ഞാൻ വേറൊരാൾ ഇവിടെ ഞാൻ സാക്ഷ്യം കേട്ടു, അവർ പറഞ്ഞതുപോലെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വഴി മാതാവ് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കും അത് എൻ്റെ ഒരു ആഗ്രഹമായതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണ് എന്ന് ഞാൻ പല കാര്യങ്ങളും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അല്ല, മാതാവ് നമ്മളിലൂടെ, അതായത് ഏത് വചനം എടുത്താലും ഞാൻ ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് ആ അവസ്ഥയുടെ റിലേറ്റഡ് ആയിട്ടുള്ള വചനം എനിക്ക് കിട്ടി. ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ച്, അതെനിക്കൊരു ബുക്കുണ്ട്, ആ ബുക്കിൽ ഞാൻ എഴുതി 320 വചനം വരെ ഞാനിങ്ങനെ ത്രില്ലടിച്ച് കുറേ വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട്, അത് വെച്ച് ഓരോ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും, ദൈവം നമുക്കതിനുള്ള വഴി തുറന്നു തരും എന്ന് ഞാൻ ഇവരോടൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ചുരുക്കുന്നു. ഞാനിവിടെ ദൈവത്തിന് കൃപാസന മാതാവിൻ്റെ മുന്നിലും ഈശോയുടെ മുന്നിലും ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മ സംസാരിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളും. നമ്മുടെ മുൻപിൽ ഹിമ ഡിഞ്ചൻ എന്ന് പറയുന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരി തൻ്റെ സാക്ഷ്യം തുടങ്ങുന്നത് പരിശുദ്ധ അമ്മയെ സ്വപ്നത്തിൽ കണ്ടുവെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ സമീപസ്ഥയാണ് എന്നുള്ളതാണ് നമുക്ക് അൽത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും വ്യക്തമായി മനസ്സിലാകുന്നത്. ഈ സഹോദരി തൻ്റെ സാക്ഷ്യത്തിന് നമ്മളോട് പറഞ്ഞു, രോഗസൗഖ്യം നേർച്ച വസ്തുക്കളിലൂടെ ഈ സഹോദരിക്ക് ലഭിച്ചുവെന്നും ഓരോ പ്രാവശ്യവും ശരീരത്തിന് അസ്വസ്ഥതകളുണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെയും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ ഉറച്ചു നിന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയിൽ നിന്ന്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് ഈശോയിൽ നിന്ന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ഈ കുടുംബത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞു, മക്കളുടെ പഠനത്തിൻ്റെ ആവശ്യങ്ങളിലും അഡ്മിഷൻ്റെ കാര്യങ്ങളിലുമൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ വലിയ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇവരുടെ ജീവിതത്തിലുണ്ടായതെന്ന്. പ്രിയമുള്ളവരെ, വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ പരിശുദ്ധ അമ്മയുടെ സ്ഥിരമായിട്ടുള്ള സാന്നിധ്യവും സംരക്ഷണവും മധ്യസ്ഥവും മക്കൾക്കടുത്ത വാത്സല്യവും പരിശുദ്ധ അമ്മ നമുക്ക് നൽകും എന്നുള്ളതിൽ സംശയമില്ല. ഈ വലിയ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ഇരുകരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.